അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കല്യാണമല്ല എൻഗേജ്മെൻറ്റ്. ഈ എൻഗേജ്മെൻറ്റ് എന്ന് പറയാൻ എപ്പോഴും മറന്നു പോകും. അപ്പം നമ്മുടെ ഫ്ലാറ്റിലെ അയൽവാസിയായ റോഹലിൻ്റെ കല്യാണം, വീണ്ടും കല്യാണം. അവരെന്നെ കേട്ടാൽ തല്ലിക്കൊല്ലും. ഇനി തെറ്റത്തില്ല, എൻഗേജ്മെൻറ്റ്. അപ്പോൾ റോഹലിൻ്റെയും വൈഷ്ണവിയുടെയും എൻഗേജ്മെൻറ്റിനായിട്ട് നമ്മൾ നിയോവുഡ് ഹോട്ടലിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആയിരുന്നു നമുക്ക് ക്ഷണം. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയിരിക്കുന്നു. 5 മിനിറ്റ്സ് മുമ്പ് നമ്മുടെ ഫങ്ഷൻസ് കഴിഞ്ഞിരുന്നു. നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ നമ്മൾ വന്നതിന് ശേഷം കുറേ ആൾക്കാരെയൊക്കെ കണ്ടു, കുറേ പരിചയക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മളൊരു ചെയറൊക്കെ പിടിച്ച് ഒരിടത്തിരുന്നു. കാരണം ഇവൻ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചൊക്കെ. അപ്പോഴത്തേക്കിനും മമ്മിയുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. നമുക്കാണെങ്കിൽ ഫുഡുണ്ടെങ്കിലും ഇവനതൊന്നും പറ്റത്തില്ല. നമ്മുടെ വീട്ടിലെ കഞ്ഞി തന്നെ അവന് വേണം. ഞാനതൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന് കഞ്ഞിയൊക്കെ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആൾ കുറച്ച് ഓക്കെ ആവും. പിന്നെ നമുക്ക് ഈ ഫങ്ഷൻസ് ഒക്കെ കഴിയുന്നവരെ ഒന്ന് ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. ഇത് കുഞ്ഞു കുട്ടികളുള്ളവർക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാവും. അങ്ങനെ അവൻ വയറ് നിറയെ കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് സെൽഫിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ നടന്നു. കുറേ നേരമൊക്കെ കണ്ടു. പിന്നെ അതിന് ശേഷം ഇനി വിഷസ് അറിയിക്കാൻ വേണ്ടി മമ്മി ആദ്യം തന്നെ പോയിട്ടുണ്ട്. അതായത് ക്യൂ ഒക്കെ ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോഴേ ഒരാൾ ഇവിടെ കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ വിളിച്ചിട്ട് ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരാൾ അങ്ങോട്ട് പോകും. എന്ത് ചെയ്യാനാണെന്ന് പറ. മമ്മി അവിടെ വെയിറ്റിംഗ് ചെയ്യാണ്. പിന്നെ എല്ലാവരെയും കിട്ടിയിട്ടുണ്ട്. ഇനി കിട്ടിയ പാതി എല്ലാവരെയും കൊണ്ടുപോയി വിഷസൊക്കെ അറിയിച്ചതിന് ശേഷം വേണം നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ. അപ്പോൾ അവർക്ക് വിഷസൊക്കെ അറിയിച്ചു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ നമ്മുടെ വരനും വധുവിനും, അതായത് റോഹലിനും വൈഷ്ണവിക്കും ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഫുഡിനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്നു. കുഞ്ഞുണ്ടായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നമ്മൾ ഫുഡൊക്കെ എടുത്തു. ഇനി ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകണം. അങ്ങനെ നല്ല പനീർ കറിയും പിന്നെ നമ്മുടെ സലാഡും ചോറും ഡാലും ചപ്പാത്തിയും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഇനി നമ്മൾ വീട്ടിലേക്ക് പോകുക. അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ഓക്കെ, ബായ്.